എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദുബൈയിൽ ഈ അടുത്തിടെയുണ്ടായ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടരെയുണ്ടായ അക്രമ പ്രവർത്തനങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി പൗരന്മാർ പങ്കാളികളായിരുന്നു. ഇതിനെ തുടർന്ന് ആ രാജ്യക്കാർക്കുള്ള വിസ പല മേഖലകളിലും നിഷേധിക്കപ്പെടുകയുമുണ്ടായി. നമുക്ക് അഭയം തരുന്ന രാജ്യത്തെയും ആ രാജ്യക്കാരെയും ബഹുമാനിക്കുവാനും അവരെ സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമുണ്ട്. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അയൂൺ സനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അബ്ദുൾ മാജിദ് തിജരി എന്ന സ്പോൺസർഷിപ്പിലുള്ള കമ്പനിയിലെ 36ഓളം വരുന്ന തൊഴിലാളികൾ കഴിഞ്ഞ 4 മാസക്കാലമായി ശമ്പളവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളുമില്ലാതെ അയൂണിലെ താമസ സ്ഥലത്ത് ഇടുങ്ങിയ 3 മുറികളിലായി ദുരിതമനുഭവിക്കുകയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഈജിപ്ത് എന്നീ രാജ്യക്കാരാണ് തൊഴിലാളികൾ. കൃത്യമായ രേഖകളില്ലാത്തതിനാൽ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവരിൽ പലരും. ലേബർ കോടതിയിൽ പരാതി നൽകിയെങ്കിലും കമ്പനി ഉടമകൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. നവോദയ അൽഹസ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം രതീഷ്, കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹനീഫ് മൂവാറ്റുപുഴ എന്നിവർ തൊഴിലാളികൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിനും നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലയക്കുന്നതിനും ആവശ്യമായ സഹായം ചെയ്തു വരുന്നു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി സാമുവൽ ജോസഫ് എന്ന യുവാവിനെ അവധി ചോദിച്ചതിന്റെ പേരിൽ വനിതാ സ്പോൺസർ കള്ളക്കേസിൽ കുടുക്കി 11 മാസക്കാലം ജയിലിലടച്ചു. അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ട സാമുവൽ ജോസഫിനെ ദമാം നവോദയ ഇടപെട്ട് സ്വദേശി പൗരന്റെ ജാമ്യത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. നാട്ടിൽ നിന്നെത്തി 2.5 വർഷം പൂർത്തിയായ ശേഷം അവധി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ 2 മാസം കഴിഞ്ഞ് അവധി തരാമെന്ന് സ്പോൺസർ പറഞ്ഞു. 4 മാസം കഴിഞ്ഞിട്ടും സ്പോൺസർ അവധി നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. 2.5 വർഷത്തിനു ശേഷം അവധി ചോദിച്ചതിന്റെ പേരിൽ സാമുവലിനെ 11 മാസക്കാലം ജയിലിലടച്ച നടപടി നീതീകരിക്കാനാവില്ലെന്നും കടുത്ത അനീതിയാണ് സ്പോൺസർ സാമുവലിനെതിരെ നടത്തിയതെന്നും സാമുവലിനെ ജാമ്യത്തിലിറക്കിയ സൗദി പൗരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമുവലിന് നീതി കിട്ടുന്നതിന് ഏതറ്റം വരെയും പോവാൻ തയ്യാറാണെന്നും അവസാന ഘട്ടം വരെ കൂടെ നിൽക്കുമെന്നും ഇദ്ദേഹം പറയുകയുണ്ടായി. 1999 മൊയ്തീൻ കോയയെ വിവാഹം കഴിച്ച സുഹ്റയുടെ കഥയാണ് ഇനി. ദീർഘനാളത്തെ ദാമ്പത്യത്തിൽ 14 വയസ്സുള്ളൊരു മകനും ഇവർക്കുണ്ട്. സ്വരച്ചേർച്ചയില്ലായ്മ കാരണം കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇവർ വിവാഹമോചനത്തിന് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി. നിയമപ്രകാരം സുഹ്റയ്ക്ക് ആഭരണങ്ങളും ജീവനാംശവും നൽകേണ്ട മൊയ്തീൻ കോയ ഇന്ന് കുവൈറ്റിൽ എവിടെയോ ആണുള്ളത്. തനിക്ക് നീതി ലഭിക്കണം എന്നത് മാത്രമാണ് സുഹ്റയുടെ ആവശ്യം. മൊയ്തീൻ കോയയെ അന്വേഷിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് സുഹ്റയും സുഹ്റയുടെ മകനും സഹോദരനുമാണ്. ഇവരോട് മൊയ്തീനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആദ്യമായിട്ടാണ് പ്രവാസ ലോകത്തിൽ ഒരു മുൻ ഭർത്താവിനെ തേടിയിട്ട് ഒരു മുൻ ഭാര്യ പ്രത്യക്ഷപ്പെടും. സാധാരണ വിവാഹമോചനം കഴിഞ്ഞാൽ ആരും പരസ്പരം അന്വേഷിക്കാറില്ല. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത്, നിങ്ങളെ മകനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എവിടെയാണെന്ന് അറിയില്ല. ആ അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതല്ല ഉദ്ദേശിക്കുന്നത്. ചെലവിനൊന്നും കിട്ടുന്നില്ല. ഇപ്പം മൊയ്തീൻ കോയ എവിടുത്തുകാരനാ? കൂനൂർമാട്, മലപ്പുറം ജില്ലയിലെ കൂനൂർമാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നിങ്ങളാ? മലപ്പുറം ജില്ലയിലെ ചേളാരി. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം എന്താണെന്നാണ് എനിക്കും അറിയാത്തത് സാറേ. അയാളാണ് ഡൈവോഴ്സിന്? അല്ല, അയാൾ 2001 ഫസ്റ്റ് കുവൈത്ത് പോകുന്ന സമയത്ത് ഇത് ചെറിയൊരു കുട്ടിയായിരുന്നു. പിന്നെ അയാൾ 2003 കുവൈത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഒരു 22 ദിവസം മാത്രം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച്. പിന്നീട് അയാൾ എന്നെയും കുട്ടീനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് പറയാതെ പോയതാ. എവിടേക്ക് പോയി? കുവൈത്തിലിട്ട് തിരിച്ചു പോയി. പക്ഷെ പോയത് ഞങ്ങൾ അറിയില്ല. ഈ കുട്ടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് കുട്ടിയുടെ ഉപ്പനൊന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ വിളിക്കുമ്പോഴാണ് അയാൾ കുവൈത്തിലെത്തിയ വിവരം ഞങ്ങൾ അറിയുന്നത്. പിന്നീട് അയാൾ ഞങ്ങളായിട്ട് യാതൊരു ബന്ധമൊന്നും ഇല്ലാതായി. ഇയാൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയാളിപ്പോൾ വേറെ വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് കുവൈത്തിലായി 2-3 മക്കളായിട്ട് ജീവിക്കുകയാണ്. എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം? അത് എനിക്ക് തന്നെ അറിയില്ല.
ഇനി എൻ്റെ അടുത്തുള്ളൊരു തെറ്റാണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞ് തിരുത്തി തന്നാൽ നന്നായിരുന്നു എന്ന് ഞാൻ ഇത്രയും നാൾ വരെ വിചാരിച്ചു. പറഞ്ഞില്ല. പിന്നെ അയാൾ 2003 പോയതിന് ശേഷം പിന്നെ 2007 വരുന്നത്. 2007 വന്ന സമയത്ത് ഞാൻ TTCക്ക് പഠിക്കുക. ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ്, നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞയച്ചിട്ട് ഈ ബന്ധം വേർപ്പെടുത്താൻ ഒന്ന് 4 ആളുകൾ മുഖേന സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒരു അപരിചിതനെ പോലെയാണ് എന്നോട് അന്ന് വന്ന് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ടീച്ചറാണ്? അതെ, ഞാൻ ഒരു നഴ്സറി സ്കൂളിൽ പോയോണ്ടിരുന്നിരുന്നു. TTC പാസ്സായി. ആ 2007 അങ്ങനെ എല്ലാവരും മധ്യസ്ഥ തീരുമാനത്തിൽ സംസാരിച്ച് എൻ്റെ അടുത്ത ആഭരണത്തിനും കൊടുത്ത പൈസക്കൊക്കെ തീരുമാനമാക്കി ഒരു നോട്ടറി വക്കീൽ മുഖേന അല്ലെങ്കിൽ കോടതി മുഖേന ഈ ബന്ധം വേർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് അവരൊരു നോട്ടറി വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അവിടേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്, ഞാനും മോനും എൻ്റെ ബന്ധുക്കളൊക്കെ ചെന്ന സമയത്ത് അവർ 3 പ്രാവശ്യം ഞങ്ങൾ ചെന്നിട്ടും അദ്ദേഹം വന്നില്ല. അപ്പോൾ ആ വക്കീൽ അത് കേസ് ഫയൽ ചെയ്തു. കേസിൻ്റെ സമൻസ് കിട്ടിയ ഉടനെ അയാൾ വീണ്ടും കുവൈത്ത് പോയി 2007 ഓഗസ്റ്റിൽ. അപ്പോൾ അയാൾ കല്യാണം കഴിച്ചിരിക്കണോ? അയാൾ കല്യാണം കഴിച്ചിട്ടാണ് പോയത്. ആ 2007 ഓഗസ്റ്റ് പോയതിന് ശേഷം അയാൾ ഇതുവരെ നാട്ടിൽ വന്നിട്ടില്ല. ആ കേസിൽ 2007 തന്നെ എനിക്കും കുട്ടിക്കും ചെലവിന് തരാനായിട്ട് കോടതി വിധിച്ചു. എൻ്റെ ആഭരണവും എടുത്ത ആഭരണത്തിൻ്റെയും പൈസയുടെയും വിധി വന്നു. അത് വിധി നടപ്പാക്കി കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരോടും നാട്ടിലെ കാരണന്മാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. പലവിധ ഒഴിവുകളാണ് പറഞ്ഞത്, ഓരോ വിഷയങ്ങളും. 2007 ശേഷം ഈ സമയം 2014 ഇതുവരെ ചെലവിനും തന്നിട്ടില്ല, നാട്ടിൽ കൊടുത്തിട്ടില്ല. അയാളെ ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോകും. മോങ്ങത്തുനിന്ന് ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചിട്ട്. അത് ഞങ്ങൾ പോയി അന്വേഷിച്ചു. ഞാൻ പോയി അന്വേഷിച്ച് കോടതിയിൽ നിന്ന് അയാളുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു രജിസ്റ്റർ തരില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ നിയമപരമായിട്ട് പോയി DSPനെ കണ്ട് DSP മലപ്പുറം SPക്ക് ലെറ്റർ തന്ന് ഞാൻ ആ പള്ളി കമ്മിറ്റിയിൽ പോയി വനിതാ പോലീസിനെയും ഇവരും കൂടി അയച്ച് അവിടുന്ന് ആ രജിസ്റ്റർഡ് ലെറ്റർ വാങ്ങി. ആദ്യം പറഞ്ഞ് കല്യാണം കഴിച്ചിട്ടില്ല, അയാൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കഴിച്ചത് അറിഞ്ഞും ചെയ്തപ്പോഴാണ് ഈ അന്വേഷണം നടത്തിയത്. അയാളെ ഫാദറൊക്കെ നിങ്ങളെ ആവശ്യം വളരെ പരിമിതമാണ്, അതായത് ഈ കോടതി വിധി നടപ്പാക്കി കിട്ടുക എന്നുള്ളതാണ്. അയാൾ ജീവിക്കുകയാണല്ലോ, എനിക്ക് ഏതായാലും ജീവിതമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ കുട്ടീനെ ഇത്രയും മറ്റുള്ളവരെ എല്ലാവരും ആശ്രയത്തിൻ്റെ മുകളിൽ ഇത്രയും ഇവരെ എത്തിച്ച് ഇന്ന് വരെ ഈ കുട്ടിക്ക് 9 മാസം ആകുമ്പോഴാണ് ഫസ്റ്റ് പോകുന്നത്. പിന്നീട് 2 വയസ്സ് 9 മാസമാകുമ്പോൾ ഒന്ന് വന്നു പോയാൽ 22 ദിവസം നിന്നല്ലാതെ പിന്നീട് ഈ കുട്ടീനൊന്ന് വിളിക്കെങ്കിലോ അല്ലെങ്കിൽ എന്തുണ്ട് ഒന്ന് വിളിച്ചിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ 1 മാസം മുന്നേ എന്നല്ലാതെ യാതൊരു ബന്ധങ്ങൾ ഉണ്ടായില്ല. ഇപ്പം ഇത്രയും ഞാൻ കാത്തു നിന്നിട്ടും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ അയാൾ ജീവിച്ചു പോകുന്നുണ്ട്, ഞാനിങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും വിധവ പൈസയും കിട്ടി എനിക്ക് ജീവിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കോടതി കൊടുത്തതാണ് ഡൈവോഴ്സിന് വേണ്ടിയിട്ട്. മൊയ്തീൻ കോയ കുവൈറ്റിൽ ഭാര്യാസമേതം 3 കുട്ടികളാണ്. 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുമായി സസുഖം വാഴുന്നു. മുൻ ഭാര്യ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം എന്നും അവരെ കൂടെ ജീവിക്കണമെന്നുള്ള അഭ്യർത്ഥനയായിട്ടല്ല വന്നിട്ടുള്ളത്. നിങ്ങൾ നിയമപരമായി നടത്തിയ വിവാഹമോചനം അല്ലെങ്കിൽ അവർ കോടതിയിലൂടെ വാങ്ങിയ വിവാഹമോചനം അതിൽ പറയുന്ന വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അവർ പറയുന്നു സത്യസന്ധമായിട്ടും എന്തുകൊണ്ടാണ് തന്നെ വിവാഹമോചനം നടത്തിയത് അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കിയത് എന്ന് എനിക്ക് നിശ്ചയമില്ല. ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ഭാര്യയോട് പറയുന്നത് ഒഴിവാക്കണം. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് മൊയ്തീൻ കോയ വീടാണ്ട് പോവുക? ഇതൊക്കെ നമുക്കല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വരും, സംശയം വേണ്ട. നിങ്ങളവരെ മുന്നിൽ ജയിച്ച് നിങ്ങൾ കോടതിയിൽ പോയി, കോടതിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, വലിയ വലിയ വക്കീലന്മാരെ വെച്ച്. അവർക്ക് അതിനുള്ള കഴിവില്ല. പക്ഷെ നിങ്ങൾ പടച്ചവൻ്റെ കോടതിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല മൊയ്തീൻ കോയ.
അത് നിങ്ങൾ നല്ലോണം ഓർമ്മിച്ചോ. നിങ്ങൾ ന്യായമായിട്ട് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് നിങ്ങൾ പറയാം, അന്തസ്സോടി പറയാം, ഞാൻ എൻ്റെ ഭാര്യ ഒഴിവാക്കി, ഞാൻ ന്യായമായിട്ട് ചെയ്ത്. അതുപോലും പൊറുക്കപ്പെടുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ജീവിത അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിവാഹമോചനമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. അപ്പോഴും നിങ്ങൾ മാന്യമായിട്ടുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ പരിപാലിച്ചു. അതും നിങ്ങൾ ചെയ്തിട്ടില്ല. പ്രവാസലോകം പ്രവർത്തകർ മൊയ്തീൻ കോയയെ കണ്ട് ഈ വിഷയം അവതരിപ്പിക്കണം. ഇത് കാണുന്ന പ്രേക്ഷകർ മൊയ്തീൻ കോയയുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാകും. അവർ തൻ്റെ സുഹൃത്തിനെ ശരിയായ വഴിയിലൂടെ നടത്താൻ ശ്രമിക്കണം. അത് നിങ്ങളുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രവാസലോകം സംപ്രേഷണം ചെയ്ത സനൽ എം സലിയെക്കുറിച്ചുള്ള അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ സനലിപ്പോൾ എവിടെയാണ്? കുവൈറ്റിലുണ്ടെന്ന് പറഞ്ഞ പാസ്പോർട്ട് ജോലി ഉണ്ടോ അതോ ജോലി ഒന്നും അറിയത്തില്ല. സനൽ ഞങ്ങളുടെ സംവിധായകൻ റഫീഖ് റാവുത്തറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തിരിച്ചു വരാനാകാത്ത സാഹചര്യത്തിലാണ് താനെന്ന് ഇദ്ദേഹം ഞങ്ങളുടെ സംവിധായകനെ അറിയിച്ചു. ഇതിന്റെ റിപ്പോർട്ടിലേക്ക്. ഞാൻ നാട്ടിൽ പോരാനായിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അന്നൊന്നും നടന്നില്ല. പിന്നെ ഞാൻ ഓർത്തു ഇങ്ങനെ നിന്നുപോയി. പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലോട്ട് കട വാങ്ങി തീർത്തിട്ട് പോലീസ് പിടികൊടുത്ത് കയറി പോരാന്ന് ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഇപ്പൊ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഈ കമ്പനിയിൽ നിങ്ങളുടെ പാസ്പോർട്ടും ഇതും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കമ്പനിയിലാണ് എന്റെ പാസ്പോർട്ടും കാര്യങ്ങളും കമ്പനിയിലാണ്. കാരണം ഇങ്ങനൊരു വിഷയം ആര് നടത്തുന്ന കമ്പനി അത് മിസറി കമ്പനിയാണ്. മിസറി കമ്പനിയാണ്. ഓക്കെ. പാസ്പോർട്ടിന്റെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എംബസിയെ സമീപിച്ചില്ല? അപ്പൊ എംബസി പോയി. എന്താ പറയണത് എംബസിക്കാര്? ഒരു പ്രയോജനമില്ല. നമ്മുടെ എംബസി പോയിട്ട് കുവൈറ്റില് ഇന്ത്യൻ എംബസി പോയിട്ട് ഒരു പ്രയോജനമില്ല. പ്രവാസ ലോകത്തിന്റെ കുവൈറ്റിലെ പ്രതിനിധിയുണ്ട് തോമസ് മാത്യു. നിങ്ങൾക്ക് എംബസി വഴി ചെയ്യേണ്ട കാര്യങ്ങൾ ഷൂളിൽ പോവാതെ തന്നെ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അമിക്കബിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. നിങ്ങൾ എന്തായാലും വിളിച്ചതിലെ സമയത്ത് കയറി പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇല്ലെന്ന് പറയുന്നത് എനിക്ക് എന്റെ വീട്ടുകാരെ കാണാൻ, എന്റെ പെങ്ങന്മാരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങളെ പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ പോരാൻ പറ്റാതെ കിടക്കുന്നത്. എന്റെ അവസ്ഥ കൊണ്ട് അല്ല. എനിക്ക് ടിക്കറ്റ് കൊടുത്തത് എയർപോർട്ട് അമ്മച്ചി പറഞ്ഞത് എന്റെ പാസ്പോർട്ട് എടുത്തിട്ട് പോരാൻ വയ്യ. പാസ്പോർട്ട് എംബസി ചെന്ന് എംബസിക്കാർ മേടിച്ചു തരും. അതൊന്നും എനിക്ക് ടിക്കറ്റ് എടുത്ത് പോരാൻ വയ്യ. വിസ ഇല്ലാത്ത ഒരുത്തിന് പാസ്പോർട്ട് ഇട്ടിട്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പ്രയോജനം സാറുള്ളത്? നമുക്കിത് എങ്ങനെയത് നിങ്ങളുടെ അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. കണ്ണൂർ മട്ടന്നൂർ ശിവപുരം സ്വദേശിയായ മുസ്തഫയെ കാണാതായിട്ട് 14 വർഷങ്ങളിലേറെയായി. സ്ഥിരം തൊഴിലായ തോർത്തു വിൽപ്പനയ്ക്കായി ഒരു ദിവസം മാനന്തവാടിക്ക് പോയതാണ് മുസ്തഫ. പിന്നീട് നാളിതുവരെയായി മുസ്തഫയെ ആരും കണ്ടിട്ടില്ല. മകനെ ഒരു നോക്കുകൂടി കാണാൻ വെമ്പി നീറി കഴിയുകയാണ് മുസ്തഫയുടെ ഉമ്മ സക്കീന. മകനെ അന്വേഷിച്ച് ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത് ഉമ്മയും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ അനുജനുമാണ്. മുസ്തഫയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഇവരോട് മുസ്തഫയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മുസ്തഫയ്ക്ക് എത്ര വയസ്സായി ഉമ്മ? മുസ്തഫാക്ക് 37 വയസ്സായിരിക്കും. എത്ര മക്കളമ്മക്ക്? എനിക്ക് 9 മക്കളുണ്ട്. അതിൽ എത്രാമത്തെ ആളാ മുസ്തഫ? മുസ്തഫ മൂന്നാമത്തെ. ഒരു പെണ്ണിന്റെ നേരെയാണ് ഇത്. മുസ്തഫ പഠിച്ചിട്ടുണ്ടാ? മുസ്തഫ പഠിച്ചിട്ടുണ്ടാ? 7 വരെ പഠിച്ചിട്ടുള്ളൂ. എന്ത് പറ്റിയതപ്പോ ഇത്? എന്നാ പറ്റി? വീട്ടിന്ന് പെരക്കുന്ന് റംസാൻ 13 പോയ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞേരം മുസ്തഫ അങ്ങ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വന്നേരം ഞാൻ പറഞ്ഞു വന്നിട്ടില്ല. മുസ്തഫ ഇങ്ങ് എത്തിയിട്ടില്ലല്ലോ, എൻ്റെ വർക്കല്ലേ വന്നിനെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അവർ വിളിച്ചു പറഞ്ഞു അങ്ങേക്കന്നെയാണ് വന്നിന്, ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓള് നല്ല പെണ്ണാ. ഓൻ്റെ ഓള് ഉമ്മച്ചി വെറും പടക്കം എപ്പം കളമ്പായിരിക്കും ഉമ്മച്ചി ഓൻ്റെ ഭാര്യ കൂട്ടിട്ട്. കുഴപ്പമാണ് അല്ലേ? അവൻ്റെ ഉമ്മായിട്ടാ അവളമ്മായിട്ടാ? ഓള് ഉമ്മ. ഓള് നല്ല പെണ്ണ. പിന്നെ 3-4 കൊല്ലം കാത്തു നിന്ന് ചോള് പറവാണ്. അതിൻ്റെ അകത്തൊരു കുട്ടിയുണ്ട്, മുസ്തഫാക്ക് ഒരു കുട്ടിയുണ്ട്. പോകുമ്പോൾ 6 മാസം എത്തിന് കുട്ടിക്ക്. ആ കുട്ടി 11 വയസ്സ് കഴിഞ്ഞ് 12ാമത്തെ വയസ്സിന് എന്തോ തലക്ക് എന്തോ വരുത്താൻ മറ്റു മരിച്ചു പോയി. നമ്മുടെ കുട്ടികളും ഞാൻ ചിലവെല്ലാം കൊടുക്കല്, തുണിയും കുപ്പായ എല്ലാം വാങ്ങിക്കൊടുക്കും.
അപ്പോൾ മുസ്തഫ എവിടെയാണെന്ന് അറിയില്ല. ഒന്നും അറിയില്ല. അമ്മ പോണ അവസരത്തിൽ വല്ല കുഴപ്പമുണ്ടായിണ്ട, വല്ല വഴക്കോ വല്ല ഇതോ? വരക്കുന്നൊന്നുമില്ല. ഞാൻ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും മുസ്തഫക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അമ്മ? ഒന്നും നമ്മൾ അറിവോട് കൂടിയിട്ടൊന്നുമില്ല. അല്ലമ്മ പൈസക്ക് ബുദ്ധിമുട്ടാ, ആരെങ്കിലും കടം? പൈസക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അന്നേരം ഈ BJP-ക്കാർക്ക് ഒരു സമയമാണ്, അന്നേരം പേടിയാ. അല്ലാതെ പുറത്ത് പോകാൻ പേടിയുണ്ട്. ആ ഒരാളും ഇയാളെ കണ്ടിട്ടില്ല? ഒരിക്കൽ പറഞ്ഞ് പേട്ടക്കാണ്ടിന്, എവിടെ പേട്ടക്കാണ്ടിന്ന് പറഞ്ഞ് അപ്പാട് ഈരാശിപ്പേട്ട കർണാടകയില ആടെ കണ്ടിന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഏട്ടൻ അനിയ മുസ്തഫാൻ്റെ അനിയ ഞാൻ പറഞ്ഞാടാ മുസ്തഫ ഉണ്ടോടെ ഈരാശിപ്പേട്ടയിൽ മുണ്ട് വെക്കുന്നു ഇഞ്ചൊരുക്കെ ചെന്ന് നോക്കുന്നാണ്. അങ്ങനെ 2 കുട്ടികൾ പരതി ചന്തക്ക് പോയി പരതി ആ പാകം തേച്ചും പരതി കണ്ടിട്ടില്ല. പിന്നെ ഒരിക്കൽ പറഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം 3-4 കൊല്ലം കഴിഞ്ഞിട്ട് പാനൂരിന്ന് ഒന്ന് പാനൂർ ഹോട്ടലിൽ പണിയെടുത്തിരുന്നു. പിന്നെ 6 കൊല്ലം പാനൂർ ഹോട്ടലിൽ ഒറ്റ നിർത്തിയിട്ട് അങ്ങനെ ആടെ വെച്ചിട്ട് കണ്ടിന്. നമ്മൾ ശിവരത്ത് തന്നെ ഒരു കുട്ടി കണ്ടിരുന്നു, പറഞ്ഞു അസീസ് എന്ന് പറഞ്ഞു കണ്ടിന്. പിന്നെ വിളിച്ച് ചെക്കിത്താത്ത നമ്മൾ വിളിച്ചിന് നിങ്ങളുടെ മോന. അന്നേരം പറഞ്ഞു വരും മനസ്സ് വരുന്നില്ലാടാ നാട്ടിൽ വരികയാണെന്ന് പറഞ്ഞു. ഇല്ലോ ഇല്ലാതെന്ന് എനിക്ക് പറയാൻ പറ്റൂല. എൻ്റെ ആടെ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞേച്ചി ആടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ കുറേ മൊയ്യാമാരുടെ പോയി വെറും ചൊല്ലി. എന്ത് മൊയ്യാമാർ ഉമ്മാക്ക് എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു. വിശ്വാസം നഷ്ടം. മകൻ്റെ 14 വർഷത്തെ തിരോധാനം ഉമ്മ പ്രതീക്ഷിച്ച എല്ലാ കോണുകളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഉമ്മയ്ക്ക് ആരിലും വിശ്വാസമില്ല. കണ്ടത് ശരിയാണോ എന്നറിയില്ല മകനെ. മുസ്തഫ എവിടെയാണെന്നറിയില്ല. തോർത്തുമുണ്ട് വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന മുസ്തഫ വയനാട്ടിൽ നിന്നാണ് അപ്രത്യക്ഷമായതെന്ന് പറയുന്നത്. മുസ്തഫയ്ക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, നല്ല സ്വഭാവമുള്ള എന്ന് അമ്മായിമായ ഉമ്മ തന്നെ സർട്ടിഫൈ ചെയ്യുന്നു. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയും മരിച്ചു. അവർ വേറെ വിവാഹിതരായി. ലോകം ഒരുപാട് മാറിപ്പോയിരുന്നു. എന്നിട്ടും ഉമ്മ എന്ന മഹത്വം ഇപ്പോഴും മകനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. 9 മക്കളിൽ ഒരാളാണ് മുസ്തഫ. എന്നിട്ടും ഉമ്മയുടെ മനസ്സ് എപ്പോഴും കലുഷിതമായിക്കൊണ്ടിരിക്കുന്നത് മുസ്തഫയെ തേടി തന്നെയാണ്. മുസ്തഫ ഇന്ത്യയിൽ എവിടെയാണ് എന്ന് നമുക്കറിയില്ല. മുസ്തഫ പറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും മുസ്തഫയെ പോലുള്ള ഒരാൾക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഭാര്യ പോയി, മകൻ പോയി, ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാം പോയി. അങ്ങനെ നഷ്ടപ്പെട്ട കുട്ടിയെയും ഭാര്യയെയും ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗവും നഷ്ടപ്പെട്ട മുസ്തഫ എങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഒരു വേവലാതിയിലാണ് തിരിച്ചു വരാത്തത് എന്നാണ് ഉമ്മ വിശ്വസിക്കുന്നത്. എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. മുസ്തഫയോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മുസ്തഫയെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മുസ്തഫയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മുസ്തഫ തിരിച്ചു വരണം. ഇനിയും ജീവിതം ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള യൗവനം വിട്ടുമാറാത്തൊരു യുവാവാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. ഉമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും നിവാരണം ഉണ്ടാകും മുസ്തഫ, ഒരു സംശയവും വേണ്ട. ഉമ്മയുടെ അടുത്തെത്തുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാവും, നിങ്ങൾക്ക് അത്താണിയുണ്ടാവും. അതുകൊണ്ട് മുസ്തഫയോട് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും വേഗം ഈ പ്രോഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ മുസ്തഫ ഉമ്മയെ വിളിക്കണം, തിരിച്ചു വരണം, പുതിയ ജീവിതം ആരംഭിക്കണം. അതിന് ഉമ്മയുടെ സഹായം ഉണ്ടാവും, സഹോദരങ്ങളുടെ സഹായം ഉണ്ടാവും. കഴിഞ്ഞുപോയതൊക്കെ ഒരു സ്വപ്നം പോലെ മറക്കലാണ് ജീവിതം. മറവിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും നമ്മളെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് ആലോചിക്കുക. പലപ്പോഴും മറവിയിലൂടെയാണ് മനുഷ്യൻ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നത്. പലരും നഷ്ടപ്പെട്ടു പോകുമ്പോഴും നമ്മൾ വീണ്ടും പ്രതീക്ഷയിലേക്ക് പോകുന്നത് മറവിയിലൂടെയാണ്. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴും മുസ്തഫയോട് എനിക്ക് പറയാൻ, ആ മറവിയെ
നമ്മൾ ബലമായി സഹായത്തിന് പിടിച്ചുകൊണ്ട് മുസ്തഫ മുന്നേറണം. ഉമ്മയെ വന്ന് കാണണം. കാണുന്ന സുഹൃത്തുക്കൾ മുസ്തഫയെ ഉപദേശിക്കണം. ഇതാണ്. ഉമ്മ സമാധാനമായിട്ട് വരും. മുസ്തഫ തിരിച്ചു വരും, ഉറപ്പായിട്ട് തിരിച്ചു വരും. കേട്ടാ? സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളുടെ ഫോട്ടോ, വിശദ വിവരങ്ങൾ, അയക്കുന്നയാളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. എത്ര മക്കളുണ്ടെങ്കിലും തന്നെ പിരിഞ്ഞിരിക്കുന്ന മകൻ ഓരോ അമ്മമാരുടെയും സ്വൈര്യം കെടുത്തും. കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ തിരയുന്ന ഇടയനെ പോലെ മുസ്തഫയുടെ ഉമ്മ ഞങ്ങൾക്ക് വേദന നിറഞ്ഞ ഒരനുഭവമായിരുന്നു. കർണാടകയിലെ വിരാജ്പേട്ട് ഭാഗത്ത് എവിടെയോ മുസ്തഫയുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. കൈരളി TVയുടെയും പ്രവാസലോകത്തിൻ്റെയും കർണാടകയിലെ പ്രേക്ഷകർ മുസ്തഫയെ കണ്ടെത്തുന്നതിനായി ഞങ്ങളെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.